ഇന്ന് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ് സെല്ലുലോയിഡിന്റെ കൗച്ചിൽ. ഒരു കംപ്ലീറ്റ് മൂവി എൻസൈക്ലോപീഡിയ എന്നൊക്കെ നമുക്ക് പറയാം. ആരാണെന്ന് നോക്കാം. ശ്രീകാന്തേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടു. അതിന് തൊട്ട് മുമ്പ് ഒരു മേ ബി 1 or 2 days ബാക്കാണ് നമ്മൾ ഇവിടെ വരാനിരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കക്ഷി അമ്മിണിപ്പിള്ള കണ്ടു. അപ്പം കക്ഷി അമ്മിണിപ്പിള്ളയിൽ ഞാൻ ഇപ്പോഴാണ് ഈ ജോലി അസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പേരെ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അങ്ങനെ സിനിമ ഇങ്ങനെ ജനറലി വ്യൂ ചെയ്ത് ഇറങ്ങുക അങ്ങനെ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് അറിയാതെ ഇങ്ങനെ ചിലർ ശ്രദ്ധ പിടിക്കും. അപ്പോൾ ആ ശ്രദ്ധ ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ കൊടുത്തു തുടങ്ങി. ചേട്ടന് ഞാൻ കക്ഷി അമ്മിണിപ്പിള്ളയിൽ എന്തോ ചേട്ടന് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ശ്രദ്ധ അറിയാതെ പിടിച്ചു. അത് കഴിഞ്ഞ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുള്ളൂ, വെൻ ആം ഐ ഗോണ ഹാവ് എ ചാറ്റ് ടു ദിസ് ഗായ് എന്ന്. ആൻഡ് ഇറ്റ് മാനിഫെസ്റ്റഡ് ഉടനെ തന്നെ. അത് അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരു 9 വയസ്സുകാരൻ കണ്ട മൂവി സ്വപ്നം. അതിനുശേഷം 17ാമത്തെ വയസ്സിൽ ചേട്ടൻ KG ജോർജിൻ്റെ ഫിലിം സെറ്റിൻ്റെ ഭാഗമായി. പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം പ്രിയദർശൻ സാറിൻ്റെ ഫിലിം സെറ്റിൽ വർക്ക് ചെയ്തു. ഒരു ഡെബ്യൂ മൂവി ചെയ്തു, എബി എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ഭയങ്കരമായ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലവറിൻ്റെ ഒരു ജേർണി ഫീൽ ചെയ്യാം. ഈ ജേർണി നോക്കുമ്പോൾ എല്ലായിടത്തും ചേട്ടൻ ഭാഗമായിട്ടുണ്ട്. ആ ജേർണിയെ പറ്റി ചേട്ടനൊന്ന് പറയാമോ? അയ്യോ, അതൊരു 10-35 വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയല്ലേ. ചുരുക്കത്തിൽ ഈ വിഷുകാലത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ വിഷുവിന് കണ്ട 79 വിഷുവിന് കണ്ട ഓപ്പോൾ എന്ന സിനിമയാണ് സിനിമയാണ് എൻ്റെ പരിപാടി എന്ന് അന്നത്തെ കൊച്ചു മനസ്സിൽ തോന്നൽ. അപ്പോൾ എത്ര വയസ്സായിരുന്നു? 9 വയസ്സ്. MD സാറിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പോൾ എന്ന കഥയും ഓപ്പോൾ എന്ന സിനിമയും രണ്ടായിരുന്നു. അപ്പോൾ നല്ല കൗതുകം ഉണ്ടായി. അതേ സമയത്ത് തന്നെ ജോർജ് സാറിൻ്റെ സിനിമകൾ ഫിലിം സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് സ്വപ്നാടനം മുതലുള്ള പിന്നെ പഞ്ചവടി പാലം പോലുള്ള ജോർജ് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പല സിനിമകൾ കാണുന്നു. അപ്പോൾ അതിൽ വ്യത്യസ്തത തോന്നിയ അന്നത്തെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് പിന്നീട് 16 വയസ്സിലൊക്കെ 17 വയസ്സിലൊക്കെ ജോർജ് സാറിൻ്റെ പിന്നെയും ധാരാളം സിനിമകൾ, നമ്മുടെ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്കും, ഇരകളും, യവനികയും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാമെന്നൊരു ആലോചന ഉണ്ടായി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ അയച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നുള്ള യാതൊരു തരത്തിലുള്ള ഈ ആക്സസ് ഒരാളിലേക്ക് എത്തൽ ഇന്നിപ്പോൾ നമുക്കെല്ലാം ഫിംഗർ ടിപ്പിലുണ്ട് കുറച്ചുകൂടി. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് അത് പറയുമ്പോൾ ഞാൻ സോ പ്രൗഡ്. നമുക്കങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അച്ഛനോടും അമ്മയോടൊക്കെ ഇത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുമെന്നൊക്കെയുള്ള ടെൻഷൻ, പക്ഷെ അന്നൊന്നും ആലോചിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോർജ് സാറിന് ലെറ്റർ അയച്ച് ജോർജ് സാറിൻ്റെ കൂടുതൽ ഒരു സെറ്റിൽ പോയി 25 ദിവസം ഞാൻ നിന്നു. അതോടുകൂടി നമ്മൾ തീരുമാനിച്ചു, ഈ പ്രൊഡക്ഷൻ ഷാപ്പാട് എപ്പോഴെങ്കിലും കഴിച്ചാൽ നമ്മളിനി വേറെ ഏത് വഴി പോയാലും തിരിച്ചവിടെ പോയി ചേരുന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞതുപോലെ ആ സമയത്ത് തന്നെ. പക്ഷെ അന്നൊക്കെ സിനിമയിലേക്ക് ആണ് എൻ്റെ ഒരു പോക്ക് എന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം അന്ന് അറിയാലോ, ഒരു 90s-ലൊക്കെ 80s-90s കിഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു കൾട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, MBBS. ഞാനും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് മാത്സ് കൂടി 4th ഓപ്ഷനായിട്ട് മാത്സ് കൂടി എടുത്തിട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസും MBBS എൻട്രൻസും ഒരുമിച്ച് എഴുതുന്ന ഗണത്തിൽപ്പെട്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ രണ്ടും എഴുതാണ്ട് ഏതെങ്കിലും ഒന്നിൽ പോവുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലുണ്ടൊരാഗ്രഹം. അന്ന് ഇത്രയും ആക്സസ് അല്ല, അത്രയും അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഇത് തന്നെയാണ് തീരുമാനിച്ചു. പിന്നെ ഞാൻ ഒരൊറ്റ പോക്കായിരുന്നു. ഈ പറയുന്ന പോലെ ആ സമയത്താണ് 87-ലാണ് ഇവിടെ ദൂരദർശൻ വരുന്നത്. അപ്പം TV എന്ന ഒരു മാധ്യമം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. നമുക്ക് പരിചയം ഉണ്ടാകുന്നു. TV-യിൽ സിനിമകൾ കാണുന്നു, ഹിന്ദി സിനിമകൾ കാണുന്നു. വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ സ്ക്രീനിങ് സിനിമകൾ, അതും അവാർഡ് ഫിലിംസ് എല്ലാം, സത്യദ്രയുടെയും ഋത്വിക് കട്ടക്കിൻ്റെയും അങ്ങനെ മൃണാൾ സെന്നിൻ്റെയും സിനിമകൾ വരുന്നു. ഫോറിൻ ഫിലിംസ് വരുന്നു. ഫിലിം സൊസൈറ്റീസ് രൂപം കൊള്ളുന്നു. സൂര്യ ഫിലിം ഫെസ്റ്റ് 100 years of വേൾഡ് ഫിലിംസ് പറഞ്ഞിട്ട് 95-ൽ 108 സിനിമകൾ കാണിക്കുന്നു. പിന്നീടാണ് കേരള ഫിലിം അക്കാദമിയുടെയും മറ്റേ കേരള ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുന്നത്. അങ്ങനെയാണ്, അതിനുശേഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊപ്പം നമ്മളങ്ങ് യാത്ര ചെയ്യാൻ തുടങ്ങി. എവിടെ എത്തും നമുക്കറിയില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ യാത്രയ്ക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് നമ്മളിതുവഴിയൊക്കെ ഇപ്പം ഷമി അത് ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുക നിങ്ങളെയൊക്കെ യാത്ര ചെയ്തുള്ളത്. ബേസിക്കലി ഇതിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹമാണ്. ഇപ്പോഴും ആഗ്രഹം സിനിമയിലുണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ അഭിനയ രംഗത്ത് തന്നെയാണ് ഇപ്പോഴും ചേട്ടൻ ഫോക്കസ് ചെയ്യുന്നത്? ഇല്ല, സിനിമയിലാവുക, അതാണ് ഞാൻ പറഞ്ഞത്. സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രൊഡക്ഷനും
ഞാൻ പ്രൊഡക്ഷൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ധാരാളം TV പ്രോഗ്രാംസ് മൾട്ടിക്യാം ഷൂട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഇൻറ്ററാക്റ്റീവ് CDs ഒക്കെ ഉണ്ടാകുന്ന കാലത്ത് ഇൻറ്ററാക്റ്റീവ് CDസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻറ്റുകൾ ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത്. ഇവൻറ്റുകളൊക്കെ തുടങ്ങുന്ന കാലത്ത് പല ഇവൻറ്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിക്യാം ഷൂട്ട്സ് എന്താണെന്ന് ഇപ്പോൾ സിനിമയുടെ ഒരു സ്വഭാവവും മൾട്ടിക്യാം ഷൂട്ട് ഇവൻറ്റുകളുടെ സ്വഭാവവും രണ്ടാണ്. പിന്നെ എന്താ പറയുക, കൊമേഴ്ഷ്യൽസ് അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രമം എപ്പോഴും അതിനായിരുന്നു. വിഷ്വൽ മീഡിയയുടെ എല്ലാ സാധ്യതകളിലേക്കും പോകാനായിട്ടുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ ശ്രമം തുടരുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടന് വിഷ്വൽ മീഡിയയുടെ എല്ലാ ഭാഗത്തും ചേട്ടൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചേട്ടൻ റോളുകൾ തിരഞ്ഞെടുക്കുമ്പോഴേക്കാണെങ്കിലും ചേട്ടൻ്റെ ഓരോ എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. പല അത് മാത്രമല്ല, ഓരോ ഇപ്പം ചില സിനിമയിൽ ചേട്ടൻ വക്കീലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഇവൻറ്റ് മാനേജർ, ഓർഗനൈസറായിട്ട് ചെയ്തു, ഡോക്ടർ, ഫോറൻസിക് സർജനായിട്ട് ചെയ്തു. എല്ലാം ജോലിയുടെ മാനറിസംസ് കൊണ്ടുവരേണ്ട റോളുകളുമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പഠനങ്ങൾ എടുക്കാറുണ്ടോ, പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയാ? തീർച്ചയായിട്ടും. ശരിക്കും ഈ പലതരത്തിലുള്ള റോളുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദ കൺസേൺ ഡയറക്ടർ ഓർ സ്ക്രിപ്റ്റ് റൈറ്റർ. അതെ, അവരുടെ ക്യാരക്ടറായിട്ട് നമ്മളെ കാണുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആക്ച്വലി അതൊരു ഓണറാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതായത് നമ്മൾ എവിടെയോ ഇരുന്നവരെഴുതുന്ന കഥയിലെ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മാറുക എന്ന് പറയുന്നത് അതൊന്ന്. രണ്ട്, ഇതിലെ സത്യാവസ്ഥ എന്താ വെച്ചാൽ എന്നെപ്പോലൊരു നടന്, ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇന്ന ക്യാരക്ടറേ ചെയ്യുള്ളൂ എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ എത്തിയിട്ടില്ല. അവർ പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ക്ലീഷെയ്ഡ് ആവുന്നു, സ്റ്റൈലാവുന്നു. നിങ്ങൾ എത്ര സിനിമയിൽ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ, നിങ്ങൾ വക്കീലാണല്ലോ, നിങ്ങൾ പോലീസുകാരനാണല്ലോ, വേറൊന്നുമില്ലേ. നായികയുടെ അച്ഛൻ, പിന്നെ പോലീസ്, വക്കീൽ, ഡോക്ടർ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു സ്റ്റേജിൽ അങ്ങനെയാണ്. ഞാനതിന് നേരെ വേറൊരു രീതി പലയിടത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു അവസരം നമ്മൾക്ക് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ എത്രയോ പേരവിടെ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് കിട്ടുന്നൊരു അവസരത്തെ ഞാൻ അത്രയും ഗൗരവമായിട്ടാണ് കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ നമുക്ക് തരുന്നൊരു ബ്രീഫുണ്ട്. ആ ബ്രീഫിൽ മാത്രം നിൽക്കാതെ ഷൂട്ടിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ, ഞാൻ എല്ലാ പ്രോജക്റ്റുകളിലും ഷൂട്ട് എഴുത്തിൻ്റെ സമയത്ത് തന്നെ ഞാൻ അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. ഒരു ചെറിയ കഥാപാത്രത്തെ ആണ് ഞാൻ അവതരിപ്പിക്കേണ്ടതെങ്കിലും ഈവൻ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ എൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. ചേട്ടൻ ഇത്രയേ ഉള്ളൂ, പക്ഷേ ചേട്ടൻ ഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഞാൻ അതെപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം ടോട്ടൽ ഫിലിമിൽ ഇന്ന ഇടങ്ങളിൽ വരുന്ന കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ആർക്കും ടോട്ടൽ ഫിലിമിനൊരു ആർക്കും ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഡയറക്ടർ, മൈ ഗുരു പ്രിയൻസ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. എഴുത്തും ആക്ഷൻ കണ്ടിന്യൂറ്റിയും കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിയും പ്രോപ്പർട്ടീസും ജൂനിയർ ആർട്ടിസ്റ്റ് പരിപാടികളും ബജറ്റിങ്ങും എല്ലാത്തിലും എനിക്ക് പല സമയങ്ങളിൽ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ബജറ്റിങ്ങിനെ അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമയിൽ നിൽക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്ക് ഗുണമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്തായാലും സിനിമയിലെ അഭിനയവും ഒരു ടെക്നിക്കൽ പരിപാടിയാണ്. ടെക്നീഷ്യനാണ് സിനിമയുടെ നടനും. ബാക്കി എല്ലാ ടെക്നീഷ്യൻസും മാറിയിട്ട് അവർ എത്രയോ നാളായി കാണുന്ന സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ മാത്രം വിശ്വസിച്ച് തള്ളിവിടുന്ന ഏറ്റവും ഒടുവിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ് ഈ നടൻ അല്ലെങ്കിൽ നടി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്ക് ഇവർ ഇത്രയും നാൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു നടനുള്ളത്. അപ്പോൾ അതിന് ടെക്നിക്കലായിട്ടുള്ളൊരു നോളജ് ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ലെൻസിങ്ങിനെ കുറിച്ചിട്ടും ക്യാമറയുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഡേ ആണോ നൈറ്റ് ആണോ, ആർട്ടിസ്റ്റിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ മാനസികാവസ്ഥ എന്താണ്. കാരണം നമുക്ക് 60 ദിവസം ഉള്ളൊരു ഷെഡ്യൂളുള്ള സിനിമയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ വേണ്ടി വരെ ഒരു 15 ദിവസമോ 20 ദിവസമായിരിക്കും. പക്ഷേ ആ ടോട്ടൽ സിനിമയിൽ ഞാൻ വരേണ്ട സമയം ഇതിനെക്കുറിച്ചൊക്കെ ഈ അസിസ്റ്റൻ്റ് ആയിരുന്ന കാലത്തും ഒക്കെ ഡിസ്കഷൻസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പം ആരെങ്കിലും ഒരാൾ നിങ്ങളത് ചെയ്തത് നന്നായി ഇപ്പോൾ ഷെമി പറയുമ്പോൾ വലിയ സന്തോഷം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ ഇത്രയും നാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതുകൊണ്ട് തന്നെ എന്തൊക്കെ അറിയണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒരു എങ്ങനെ അതെ അതായത് ഡയറക്ടർക്കും
റൈറ്റർക്കൊക്കെ നമ്മളിൽ നിന്ന് എങ്ങനെ ഇത് വാങ്ങിയെടുക്കാൻ പറ്റും, അവരാഗ്രഹിക്കുന്ന പരിപാടി എങ്ങനെ കിട്ടുന്നു, അവർ ആലോചിക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ വഴിക്ക് എങ്ങനെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പം 5 പോലീസ് ചെയ്തു, 6ാമതൊരു പോലീസ് വന്നാൽ ഞാൻ ഇനി പോലീസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്. ഞാൻ അതിനേക്കാൾ 6ാമത് വേറൊരു പോലീസിനെ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കും. ഈ മൂവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത കാര്യം പറഞ്ഞ ചേട്ടൻ ശരിക്കും ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങളുടെ സെറ്റിലുള്ള എല്ലാവരെയും വിഷ് ചെയ്തു, എല്ലാവരുടെയും പേര് ചോദിച്ചു, ഒരു ഭയങ്കരമായ ഒരു കൂളും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ചേട്ടൻ ചെയറിൽ കൗച്ചിൽ വന്നിരുന്നത്. അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതിനൊരു ഉത്തരം പറയണം. അതിനുത്തരം വെച്ചാൽ ശരിക്കും ഞാനത് എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ക്യാമറ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. നമ്മളൊരിടത്തേക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരിടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ ഇടം നമുക്ക് കംഫർട്ടബിൾ ആവണം, നമ്മൾ മറ്റുള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാവണം. അവിടെ ഒരു ഐസ് ബ്രേക്കിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് പ്രധാനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ സെറ്റുകളിൽ ഷൂട്ടിങ്ങിൽ അതേ കറക്റ്റ് ആ സമയത്ത് ചെല്ലുന്നതിനേക്കാൾ അതിനു മുമ്പ് അതിലെല്ലാം കറങ്ങി നടന്ന് ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് പരിചയപ്പെട്ടാൽ നമുക്കുണ്ടാവുന്നൊരു വൈബും ഒക്കെ വേറെ ഒന്നാണ്. അത് നല്ലപോലെ നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്, ശരിക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഇവരെ എല്ലാ ദിവസവും കാണുന്നവരാണ്. ഞാൻ പറഞ്ഞത് ഹാപ്പി ആയല്ലേ അങ്ങനെ ചെയ്തപ്പോ? ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ആണെന്ന് നമുക്ക് തോന്നുന്ന ഇടങ്ങളിൽ നമ്മൾ കംഫർട്ടബിൾ ആവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയദർശൻ സാറിന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? മോഹൻലാൽ പ്രിയദർശൻ കോംബോ, അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ ഭയങ്കര ഹിറ്റായിട്ടുള്ള കോംബോ ആണ്. ആ കൂട്ടത്തിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഇന്നൊരു ദിവസം പോരാ. ഞാനെല്ലാം ഓർത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതുകൊണ്ടല്ലേ, മലയാള സിനിമയുടെ കഴിഞ്ഞൊരു 40 വർഷത്തെ ചരിത്രം എടുത്താൽ നമുക്ക് ഈ 2 പേരുടെയും അല്ലെങ്കിൽ ഈ 3 പേരുടെയും പേര് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതും മോഹൻലാൽ ലാൽ ശ്രീനിവാസൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. നടക്കുമെന്ന് നമുക്കറിയില്ല. എന്താ പറയുക, അത് ഒരു മാജിക് ആണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ സാർ ശരിക്കും മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കും വിരാസത്ത് എന്ന സിനിമയൊക്കെ നടക്കുമ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 96 കാലാപാനി കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ മലയാളം വിട്ടിട്ട് മറ്റു ഭാഷകളിലേക്ക് പോയ സമയത്താണ്. എങ്കിലും അതിനുശേഷം ചെയ്ത സിനിമയാണ് ചന്ദ്രലേഖ. ചന്ദ്രലേഖയിൽ ഞാൻ മലയാളത്തിൽ ആദ്യം ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ചെയ്യുന്ന സിനിമ അതാണ്. ഇന്നത്തെ ശൈലിയിലുള്ള ഫിലിം മേക്കിംഗ് നമ്മൾ അതിൻ്റെ കൂടെ ഭാഗമാകുമ്പോൾ തന്നെ അപ്പോഴാണ് നമുക്ക് ആ ഡിഫറൻസ് പിടികിട്ടുക. ഒന്നാമത്തെ കാര്യം, ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി 2 or 3 ടേക്കുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടാവും. ഇവൻ പ്രിയദർശൻ വലിയ സംവിധായകനായാൽ പോലും അദ്ദേഹം വളരെ കൺസേൺഡ് ആണ്. കൂടുതൽ ഫുട്ടേജ്, കൂടുതൽ ഫിലിം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഫിലിം തിന്നുക എന്ന് പറയാം. അപ്പോൾ അതൊക്കെ പഴയ കാലത്തെ ഫിലിം മേക്കേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് അവർ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലാൽ സാറിനെ പോലുള്ള ആൾക്കാർ സിംഗിൾ ടേക്ക്, ഫസ്റ്റ് ടേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ടേക്കൊക്കെ അദ്ദേഹത്തിന് ഓക്കെയാണ്. കൂടുതൽ ടേക്കുകൾ പോകുന്തോറും അദ്ദേഹം പറയാൻ ഒരു ഓർഗാനിക് സ്വഭാവം മാറിപ്പോകും, ഭയങ്കര മെക്കാനിക്കലാവും എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഓർമ്മ. പക്ഷെ ഇപ്പോൾ 32 ഉം 40 ടേക്ക് പോയിട്ട് അത് പോരാ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ഷൂട്ട് സ്ട്രിങ് ബഡ്ജറ്റിൽ വളരെ ചെറിയ മലയാളത്തിൽ, വളരെ ചെറിയ കേരളത്തിൽ 18 അല്ലെങ്കിൽ 20 തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്യുന്ന 20 ദിവസം കൊണ്ടോ 25 ദിവസം കൊണ്ടോ ഒക്കെ മാക്സിമം ഷൂട്ട് ചെയ്യപ്പെടുന്ന, ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലം. ആ കാലത്ത് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഒരു എഡിറ്റിംഗ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വലിപ്പമുള്ളൊരു വലിയ മുറിയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം എഡിറ്റിംഗ് റൂം എന്ന് പറയുന്ന ഒരു ടേബിളും ഒരു മെഷീനും ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് റൂമാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വലിയ റീലുകൾ നമ്മൾ ഫിസിക്കലി കാണാറുണ്ട്. എഡിറ്റിംഗ് ടേബിളിൽ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള ഫിലിമുകൾ നമ്മളൊരു ക്ലിപ്പിൽ നമ്മുടെ കയ്യിൽ പിടിക്കും. അപ്പോൾ ഒരു 50 or 60 ക്ലിപ്പുകൾ നമ്മുടെ കയ്യിൽ നമ്മൾ തോളത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ദെൻ ഓരോ ഷോട്ടുകൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഓരോ ഫിലിംസ് എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിതൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ ഫിലിം കാണുന്നില്ല, ഒരു വിർച്വൽ വേൾഡിലാണ് നമ്മളുള്ളത്. നമ്മളെവിടെയോ ആണ് കാണുന്നത്. അങ്ങനെ ആയിരുന്നില്ല. ഫിസിക്കലായിട്ട് തന്നെ നമ്മളത് ഓരോ ഫിലിംസും ഓരോ ഫ്രെയിംസും നമ്മൾ കൈകൊണ്ട് തന്നെ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്താണ് റഷസ് വയ്ക്കുക. ദെൻ നമ്മളത് സ്പ്ലൈസർ വെച്ചിട്ട്. അപ്പോൾ അത് ആ ഒരു കാലം സൗണ്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു, കൂടെ വിഷ്വൽ നെഗറ്റീവ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നെഗറ്റീവ്സ് ഉള്ളതുപോലെ തന്നെ സൗണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഏറ്റവും ഒടുവിൽ അത് തമ്മിൽ ചേർത്താണ് മാരീഡ് പ്രിന്റ് എന്ന് പറയാം. മാരീഡ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ സൗണ്ടും ദൃശ്യവും കൂടെ ചേരുന്നൊരു മൊമെന്റ് ഉണ്ട്. ആ പ്രിന്റാണ് നമ്മൾ കാണുക, ഏറ്റവും ഒടുവിൽ കാണുക. അപ്പോൾ അതാണ് ഒടുവിൽ സ്ക്രീനിൽ നമ്മൾ വലിയ പ്രൊജക്ടേഴ്സിൽ നമ്മൾ കാണുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ പുരാവസ്തുക്കൾ പോലെയാണ് കാണുക. മൂവിയോള
അതിലാണ് പടങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക. അതൊരു നോർമൽ മോട്ടറാണ്, നമ്മുടെ സാധാരണ മോട്ടർ. ആ മോട്ടറിൽ 24 ഫ്രെയിംസ് പോകുന്ന 19.5 ഫ്രെയിംസിന് മുമ്പുള്ള സൗണ്ട് റഷ് ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തി ഈ വിഷ്വലിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് 9.5 ഫ്രെയിംസ് ഡിഫറൻസിലാണ്. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശ്രദ്ധയോടെ മാനുവലി പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്താണ് ഞാൻ സിനിമയിലുണ്ടായിരുന്നത്. നമ്മൾ 7 അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തേന്മാവൻ കുമ്മത്ത് എന്ന സിനിമ തീർത്തത്, സീൻസ് എല്ലാം തീർത്തത് 28 ദിവസം കൊണ്ടാണ്. സോങ് എല്ലാം കൂടെ ചേർത്തിട്ട് 35 ഡേയ്സിലാണ് സിനിമ തീർത്തത്. ഇന്നിപ്പോൾ നമ്മൾ വരുന്ന ബ്രഹ്മാണ്ഡ സിനിമകളുടെയൊക്കെ അറിയാം എത്ര ദിവസം കൊണ്ട് എടുക്കുന്നത്. അതേ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ വലിയ സിനിമകളുണ്ടാവുന്നത്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായത് അത്രയും ഷൂസ്റ്റിംഗ് ആയിട്ടുള്ള ബജറ്റിൽ അത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്തുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിലിം മേക്കേഴ്സിൻ്റെ എണ്ണം എടുത്താൽ, അല്ലെങ്കിൽ അത് ടെക്നീഷ്യൻസിൻ്റെ എണ്ണം എടുത്താൽ അവരൊരു 80% ആൾക്കാരും മലയാളികളോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസോ ആണ്. ചേട്ടൻ്റെ വേഷങ്ങളിലേക്ക് വരാൻ തിരിച്ചു. ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് ചേട്ടനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് കക്ഷി അമ്മിണി പിള്ളയിലാണ്. അവസാനം ഞാൻ കണ്ടതും മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെങ്കിലും ശരിക്കും ആ കോർട്ട് റൂമിൽ വരുമ്പോഴത്തേക്കും ചേട്ടനായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ക്യാരക്ടറൈസേഷൻ, അതുപോലെ തന്നെ ആ ജഡ്ജിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സും ഒരു കൺസർവേറ്റീവ് അല്ലാത്ത, അങ്ങനെ പറയുന്നില്ല, പക്ഷേ എങ്ങനെ എനിക്കതിന് പേര് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്തൊക്കെയോ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു വാംത്ത് ഉണ്ടായിരുന്നു. അത് ചേട്ടൻ കൊടുത്തതാണോ അതോ അത് അങ്ങനെയായിരുന്നു ആ ക്യാരക്ടറെ ഡിസൈൻ ചെയ്തിരുന്നത്? നമ്മൾക്ക് ഒരു ബ്രീഫ് കിട്ടുമല്ലോ. ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് ദിൻജിത്ത് അയ്യത്താണ്, നമ്മുടെ കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ സംവിധായകനാണ്. അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ ക്യാമറാമാനായിട്ടുള്ള ബാഹുലാണ് കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ റൈറ്റർ ആൻഡ് ക്യാമറാമാൻ. അപ്പോൾ അത്രയും മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ് ആ സിനിമ. അവരുടെ ദിൻജിത്തിൻ്റെ ഡെബ്യൂ ഫിലിമായിരുന്നു. അപ്പോൾ ഒരു ബ്രീഫ് എനിക്ക് കിട്ടിയിരുന്നു. ഒരു കുടുംബ കോടതിയാണ്, സിവിൽ ക്രിമിനൽ കോർട്ടിലെ ഒരു ജഡ്ജും കുടുംബ കോടതിയിലെ ജഡ്ജും. അയാൾ എത്രയോ ഡിവോഴ്സ് കേസുകൾ കേട്ട് അയാൾക്കൊരു തമാശയാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബ്രീഫ്. അപ്പോൾ കഴിവതും അതിനെ, കാരണം വന്ന് നിൽക്കുന്ന ആൾക്കാർ, കോർട്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ പരസ്പരം കടിച്ചു കയറാൻ വന്ന് നിൽക്കുന്നവരാണ്. തന്നുള്ള ഏറ്റവും വലിയ കേസ് കുറ്റങ്ങളായിരിക്കും മറ്റേ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ ഹൈപ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ വളരെ കൂളായിട്ട് വേണം അത് കേൾക്കാൻ എന്നൊരു പൊതുവേ ഒരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് അങ്ങനെ ആ ബ്രീഫ് കിട്ടിയതിൽ നിന്നാണ് അതൊക്കെ സംഭവിച്ചത്. പിന്നെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മയാണല്ലോ ഇതെല്ലാം. നമ്മൾ കാണുന്നത് നടനെയാണ് അല്ലെങ്കിൽ നടിയെയാണെന്നുള്ളതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബിഹൈൻഡ് നിൽക്കുന്നൊരു വൈബുണ്ട്. ഇപ്പം ദിൻജിത്തും ബാഹുലും ഒക്കെ നമുക്ക് തരുന്നൊരു ഒരു 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 ഓരോ ഷോട്ട്സ് കഴിയുമ്പോഴും ഓരോ ടേക്ക് കഴിയുമ്പോഴും അവർ നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് വെച്ചിട്ടുണ്ടായി വന്നതാണത്. പിന്നെ വളരെ ജെന്യുവൻ ആയിട്ടിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഭയങ്കര പ്ലാനുള്ള ക്രൂക്കട്ട് മൈൻഡ് ആയിട്ടുള്ള ആളല്ല അദ്ദേഹം. ബേസിക്കലി വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അയാളെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്രീഫ് അതിന് കിട്ടിയത് കൊണ്ടാണ് കക്ഷി അമ്മിണി പിള്ളയിലെ. പിന്നീട് ഞാൻ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള പല കോർട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി കുടുംബ കോടതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ആയിരുന്നു ആ സമയത്ത്, മുനിസിപ്പൽ ജഡ്ജായിരുന്നു. അപ്പം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയിരുന്നു നമ്മുടെ തോപ്പുംപടിയിൽ. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ തന്ന ബ്രീഫ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഓരോ ടേക്കും പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻ. പിന്നെ വിജയരാഘവേട്ടൻ ഉണ്ടായിരുന്നു, ആസിഫ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് അവരുകൂടി ചേർന്നിട്ടാണ് ഈ പ്രോസസ്സൊക്കെ നടന്നത്. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുള്ളപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്, നമുക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു. ബ്രീഫൊക്കെ ചേട്ടൻ വളരെ കൃത്യമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഐ എം ഹാപ്പി എനിക്കത് നേരിട്ട് പറയാൻ സാധിച്ചില്ല. അതിന് എനിക്കും ഞാനിപ്പോൾ ഈ സമയം അതിന് ഉപയോഗിക്കണം. ആസിഫും മറ്റേ കുട്ടേട്ടനൊക്കെ തന്നൊരു എനർജി ഉണ്ട്. പിന്നെ ദിൻജിത്ത് തുടക്കം മുതൽ തന്നൊരു വൈബുണ്ട്. അതിലൊക്കെയാണത് ഈ സമയം ഞാൻ അവരോട് നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. ചേട്ടൻ്റെ വോയിസ് വെരി ഡിഫറെൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു അതും ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ക്യാരക്ടറൈസേഷൻ? ഞാൻ ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് പാരമ്പര്യമായിട്ടുള്ള ശബ്ദമാണ്. എൻ്റെ ഫാമിലിയിലുള്ള ധാരാളം ആൾക്കാർക്ക് ഈ ശബ്ദമുണ്ട്. പിന്നെ ഈ ശബ്ദം ഞാൻ വീട്ടിലെല്ലാവരും മ്യൂസിക്കും ഒക്കെ ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. മ്യൂസിക് ഫാമിലിയാണ്. ക്ലാസിക്കൽ ആർട്ട് ഫോംസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒത്തിരി പേരുണ്ട് നമ്മുടെ വീട്ടിൽ. ഞാൻ ബേസിക്കലി കഥകളി ഒരു 10-12 വർഷം കഥകളിയുടെ പിന്നാലെ പോയിട്ടുണ്ട്. അപ്പോൾ കഥകളി പഠിക്കാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടിതരം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
പാട്ട് പാടാനുള്ള ശ്രമം നടത്തുമ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞത് അച്ഛൻ നന്നായിട്ട് പാടും, നല്ല സംഗീതജ്ഞനാണ്, പാട്ട് പഠിച്ചിട്ടുണ്ട്, പിന്നെ അച്ഛൻ്റെ സിസ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും വളരെ സജീവമായിട്ട് മ്യൂസിക് തന്നെ പ്രൊഫഷണൽ ആക്കിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും മോഹം തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. ചേച്ചി നന്നായിട്ട് പാടും. അപ്പോൾ എന്നോട് ഈ ശബ്ദം കൊണ്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പാട്ട് ശാസ്ത്രീയമായിട്ട് ആ സമയത്ത് പഠിക്കാതിരുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ നമ്മുടെ ശബ്ദമാണ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. കാരണം അന്ന് ഈ ശബ്ദത്തിന് യാതൊരു വിലയിലായിരുന്നു. പിന്നെ അപ്പോൾ അന്ന് കേട്ടിട്ടുള്ള കഥകളുണ്ട്. ഇപ്പം അമിതാഭ് ബച്ചൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ സെലക്ഷൻ കിട്ടാത്ത ആളാണെന്നും, ദാസാറിൻ്റെ പാട്ടിന് സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്നും, ഇത് ഓൾ ഇന്ത്യ റേഡിയോ കേട്ടിട്ടുണ്ട് ഞാൻ. ഓംപുരിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പിന്നീട് നമുക്കൊരു ചാർജ് ആവാനായിട്ട് നമ്മൾ ആ കഥകളൊക്കെ ഓർക്കും. ചേട്ടാ, കത്തനാറ് മലയാളികൾ മുഴുവൻ വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് നമുക്ക് പറയാനുണ്ടോ ചേട്ടൻ്റെ? ശരിക്കും ഈ വിഷുവുമായി ബന്ധപ്പെട്ട് സൂര്യ ടി വിയിലേക്ക് ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് കത്തനാറിനെ അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മൂടി വെക്കേണ്ടത് എന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മലയാളികൾ ആ സിനിമയെക്കുറിച്ച് അറിയുന്ന എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അതിന് പല കാരണങ്ങളുണ്ടല്ലോ. ജയൻ്റെ 3.5 വർഷത്തെ, ജയസൂര്യ 3.5 വർഷമായിട്ട് വേറെ സിനിമയും ചെയ്യാതെ, അതിന് അനുഷ്ക ഷെട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട്, അത് പ്രഗത്ഭരായിട്ടുള്ള മറ്റു പലരും, പ്രഭുദേവിയും, അങ്ങനെ ഒത്തിരി സർപ്രൈസസ് ഉള്ള സിനിമയാണ്. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാനതിലൊരു കുറച്ച് പോർഷൻസിൽ ഒരു 25 ഡേയ്സൊക്കെ ആയിരുന്നു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ സിനിമ എനിക്കൊന്നും പറയാൻ പറ്റും, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വെൽ മെയ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡ്സിലുള്ള സിനിമയായിരിക്കും അത്. അത്രയും ധൈര്യമായിട്ട് പറയാൻ പറ്റും. ബിക്കോസ് അതിൽ റോജൻ, ഹോമിൻ്റെ ഡയറക്ടർ, അതിനു മുമ്പ് മങ്കി പെന്നൊക്കെ ചെയ്ത റോജനാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ബേസിക്കലി അദ്ദേഹം തന്നെയാണ് ഈ ഫിലിമിൻ്റെ എഡിറ്ററും. അപ്പോൾ ഒരു ടെക്നീഷ്യൻ തന്നെ സിനിമയുടെ സംവിധായകനാവുന്നു എന്ന് പറയുന്നൊരു സന്തോഷം ഉണ്ട്. അതിൻ്റെ ഒരു പ്രിസൈസ്നെസ് ആ സിനിമയ്ക്കുണ്ട്. നമ്മൾ ഐതിഹ്യമാരയിൽ വായിച്ച കത്തനാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പല മാധ്യമങ്ങൾ പണ്ടും കത്തനാർ ഇറങ്ങിയിട്ടുണ്ട്, പ്രേം നസീർ അഭിനയിച്ച കത്തനാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കത്തനാരെ മലയാളികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ് കത്തനാർ, കടമറ്റത്ത് കത്തനാർ. അപ്പോൾ അതിൻ്റെ എലമെൻറ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെ മാർവൽ ഫിലിംസും അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുടെ എല്ലാ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു പുതിയ പരിപാടിയാണ് കത്തനാർ. നമുക്കൊരു ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന ചില നിശബ്ദതകളുണ്ടല്ലോ. ഇപ്പം MT സാറ് 2-ാം ഊഴം എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഹാഭാരതത്തിലെ ചില അർത്ഥഗർഭമായ നിശബ്ദതകളാണ് എന്നെ എഴുതാൻ സഹായിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചില നിശബ്ദതകളാണ് അദ്ദേഹം എടുത്ത് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ റോജൻ്റെ എഴുത്തുകാരനും കൂടെ ചേർന്നിട്ട് കത്തനാരെക്കുറിച്ച് നമ്മൾ ഇതുവരെ കേട്ട കഥകളിലെ ചില ഇടങ്ങളിലെ നിശബ്ദതകളാണ് അവർ ഏറ്റവും ഭംഗിയായി എഴുതപ്പെട്ടിട്ടുള്ളത്. എനിക്ക് ആ തിരക്കഥ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ബാക്കി ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, കാരണം അത്രയും ആ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ചാറ്റായിരുന്നു. സോ മച്ച് ഓഫ് ഡെപ്ത്, സോ മച്ച് ഓഫ് വെയിറ്റ്. ഒരു മൂവി എൻസൈക്ലോപീഡിയ ആണ്, യെറ്റ് വെരി ഹംബിൾ. കോംപ്ലിമെന്റ്. എന്റർടൈൻമെന്റ് മീഡിയയിൽ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനം, നമ്മൾ മുടി ചെയ്യുന്നതും ഷർട്ട് ഇടുന്നതും നമ്മളുടെ നടപ്പും ചിലയിടങ്ങളിലെ നമ്മുടെ സംസാരവും ഒക്കെ നമ്മൾ കടമെടുക്കുന്നത് സിനിമയിൽ നിന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യം ആര് ചോദിച്ചാലും എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പം നമ്മുടെ ചില സമയ പരിമിതികളുള്ളത് കൊണ്ട് ഞാനും അവസാനിപ്പിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഒരു മൂവി ബേസ്ഡ് ആയിട്ട് ഇത്രയും ഡെപ്തിൽ സംസാരിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ല സെല്ലുലോയിഡിൻ്റെ കൗച്ചിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അടുത്ത ആഴ്ച ഇതിലും ഗംഭീര ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരും. നിങ്ങൾക്കറിയാലോ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ, സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഗസ്റ്റായിട്ട് ഇവിടെ ആരെങ്കിലും ഈ കൗച്ചിൽ കാണണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളെ അറിയിക്കുക. സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി യു ക്യാൻ കമൻറ്റ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റ്. എനി സജഷൻസ്, ഓക്കെ, വി ആർ ഓപ്പൺ ഫോർ എവറിത്തിങ്. സോ ബൈ.